കൺഗ്രാറ്റുലേഷൻസ് രാജി. താങ്ക് യു അങ്കിൾ. രാജാ, വക്കീൽ ഫീസിന്റെ പകുതി നിർമ്മലയ്ക്കുള്ളതാ. രണ്ടുപേരും കൂടെ ഉറങ്ങാതെ ഈ കേസിനെ പറ്റി ഡിസ്കഷൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ? അച്ഛാ, ഞാനിത് പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെ? മക്കൾ കാപ്പ് കുടിച്ചോ? രാജൻ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ശ്രദ്ധിച്ചോ? കൊള്ളാം, ശ്രദ്ധിച്ചോന്നോ? ആപ്ലിക്കേഷൻ ഇപ്പൊ ഇംഗ്ലണ്ടിൽ എത്തിക്കാണ്. കളിയാക്കണ്ട. ഒരു ദിവസം ചേട്ടനെ യാത്രയ്ക്ക് നമ്മളൊക്കെ എയർപോർട്ടിൽ പോന്നു വയ്ക്കോ, അല്ലേ ഏട്ടാ? അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഡാഡി, എനിക്കൊരു മഞ്ഞ പെൻസിൽ വേണം. അപ്പൊ ട്യൂഷൻ കഴിഞ്ഞു. കാപ്പി എടുക്കാൻ പറയട്ടെ ചേച്ചി? ഇനിയിപ്പോ ഒന്നും വേണ്ട രാജി, എന്നാ പോയിക്കോ. പോട്ടെ, വരട്ടെ. ഗോപി, വണ്ടി നോക്കിട്ടെ. നിമേ, ഈ പാല് കുടിച്ചിട്ട് വായിക്കും. പിന്നെ കുടിച്ചോളാം മമ്മി. പിന്നെ കുടിക്കണം. ശോഭൻ, ഇത് കൊടുത്തു. ശരി ചേച്ചി. ഇതെനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ 3 തരം. അല്ല, ഇത് എഴുതിക്കൊണ്ടിരിക്കാൻ പോണോ? തീർന്നടി, നീ അഡ്രസ് കൂടെ ഉള്ളൂ. നീ പോയി മോന് പാലെല്ലാം കൊടുത്ത് ആ നൈറ്റ് എല്ലാം എടുത്ത് റെഡിയായിട്ട് വാ. അപ്പൊ ഞാനിത് ശരിയാക്കി വെച്ചേക്കാം. ചേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? ഇവിടെ കിട്ടുന്ന ശമ്പളം തികഞ്ഞിട്ടായിരിക്കും ഒരു ഫോറിൻ ഡിഗ്രി. എടി കുരങ്ങേ, ശമ്പളത്തിനാണോടി? ഇതൊക്കെ അല്ലേ ഒരു ത്രില്ല്? എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ കിടക്കാൻ പോവാ. മറ്റാർക്കും ഇല്ലാത്തൊരു ത്രില്ല്. നാളെ ആരുടെ കേസടി? തീർന്നല്ലേ വേണേ. ഒരു യഥാർത്ഥ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ, ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. മനസ്സിലായോ? അല്ല, നീ റെഡിയായെന്ന് പറഞ്ഞിട്ട് ഈ മാലയും കമ്മലൊന്നും മാറ്റിയില്ലേ? ആ സമയം കൊണ്ട് ഞാൻ ആ കവർ ഒട്ടിച്ചിട്ട് വരാം. അവിടെ നിൽക്കും. കമ്മല് പ്ലാസ്റ്റിക്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാലും നിന്റെ ഒരു വാശി. ആരാണ് ഈ പാതിരാക്ക് ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഹലോ. ഹലോ, ഡോക്ടർ രാജനുണ്ടോ? ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഒന്ന് കൊടുക്കണം. 1 മിനിറ്റ്. ഡിസ്ട്രിക്ട് കളക്ടർ. ഹലോ, ഇതാ നിന്റെ പെങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവളുടെ ഓരോ വകുപ്പുകൾ കേട്ടെന്റെ തല പൊളിയ. അയ്യോ ഇല്ല ചേട്ടാ, നുണയാണ്. ഹലോ, ഉണ്ണേട്ടനാ? നുണയല്ല. എന്താടി? ഇല്ല ചേച്ചി, ചുമ്മാ വട്ടാണ്. വട്ടത്തിന്റെ വീട്ടുകാർക്ക് ചുമ്മാ ഇരിക്കട്ടോ. എടി, ഈ പോസ്റ്റ്മോർട്ടോ ഇഞ്ചക്ഷനോ ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് നിയമത്തെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതെ അതെ, പോസ്റ്റ്മോർട്ടം. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? എന്റെ പൊന്നളിയാ, ഞാനൊന്ന് ഉറങ്ങാൻ നോക്കാൻ നോക്കിട്ട് 1 മണിക്കൂറായി. പക്ഷെ ഇവിടെ സമ്മതിക്കണ്ട. അയ്യോ കൊല്ലുന്നേ. മണി 12 കഴിഞ്ഞല്ലോ, ഉറങ്ങാറായില്ലേ? പോലീസ് റിട്ടയർഡ് IG. റിട്ടയർഡ് പോലീസല്ലേ? പാമ്പറ. ഗുഡ് നൈറ്റ് അളിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പോലെ തൊട്ട് പോരുത്. എന്ത്?
ഓപ്പൺ ദി ഡോർ. അയ്യോ 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 അയ്യോ. അല്ല, ഇതാര് രഞ്ജനോ? അതെ, കാലിനെന്ത് പറ്റി? സാറിന് എന്നെ കുറിച്ച് അറിയാമല്ലോ. എന്ത്? കീപ് ലെഫ്റ്റ്. കീപ് ലെഫ്റ്റ്? കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുള്ള പട്ടയദാനമാണ് കീപ് ലെഫ്റ്റ്. കാരണം ഇത്രയും കീപ് ലെഫ്റ്റ് പാലിക്കുന്ന വേറെ കുടുംബക്കാര് ഇന്ത്യ സംസ്ഥാനത്തിലില്ല സാർ. എന്റെ അച്ഛൻ റോഡിൽ ഫുട്പാത്ത് ഇല്ലാഞ്ഞിട്ട് സ്വന്തമായി ഭൂമി വാങ്ങി ഫുട്പാത്ത് ഇട്ട് അതിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാ. ആ അച്ഛന്റെ മകനാ ഈ ഗതികേട് സംഭവിച്ചത്. ഓ, അപ്പൊ അതാണ് ഈ കീപ്പ് ലെഫ്റ്റ് രഞ്ജൻ എന്ന് പറയുന്നത് അല്ലേ? അതെ. അത് ശരി. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, കാലിനെന്ത് പറ്റി പറഞ്ഞില്ല? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. സീ യു. അല്ല, കാലിനെന്ത് പറ്റി പറഞ്ഞില്ലല്ലോ? ഓ, മറന്നുപോയി. സാറിനറിയാമല്ലോ ഞാനൊരു കീപ് ലെഫ്റ്റ് ആണെന്ന്. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഞാനൊരു സൈക്കിൾ എടുത്ത്, എനിക്കൊരു സൈക്കിളുണ്ട്, ഞാൻ നേരെ റോഡിന്റെ നടുവിലൂടെ കീപ് ലെഫ്റ്റ് ചെയ്ത് വരികയായിരുന്നു. എന്തൊരു കാറ്റായിരുന്നറിയാവോ? അപ്പോഴേ സാറേ ദാ നിൽക്കുന്നു 8 അടി ഉയരത്തിൽ. ഇത് കണ്ടോ എന്റെ മേലൊക്കെ രോമാഞ്ചം? ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല സാർ. 8 അടി ഉയരമുള്ള ആര്? ആരാണെന്നോ? സാർ അപ്പൊ റോഡ് സൈഡിലൊന്നും നോക്കാതെയാണ് പോകുന്നത്. സിൽക്ക് സ്മിത. എന്റെ അമ്മോ, ഒരു നിപ്പ് തന്നെ. സാറേ, ഞാൻ കാല് മുതൽ നോക്കി തുടങ്ങിയതാ. അര എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ലോറി സഞ്ചരിച്ചോണ്ടിരിക്കുക. 2 കാലും ഫ്രാക്ചർ. ഈ കീപ് ലെഫ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോറി. അല്ല, ഇതാര്? ശാന്താമാലിനിയോ? വരുന്നോ? ഓ, രാജന്റെ കാറിൽ മാത്രമേ കയറുള്ളായിരിക്കും. ആ, നടക്കട്ടെ. ഹായ്. ഹലോ. സമയമായി, പിന്നെ കാണാം. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരാം. നീ സർജനെ കണ്ടോ? ഇല്ല. എന്താ? ആ എക്സാമിന്റെ കാര്യം ചോദിക്കണ. ആ, റൂമിൽ കാണുമായിരിക്കും. സാർ, എന്താ ശാന്തി? ഇന്ന് രാവിലെ ഡോക്ടർ രവീന്ദ്രൻ എന്നെ അനാവശ്യം പറഞ്ഞു. സാറൊന്ന് വിളിച്ച് സംസാരിക്കണം. തീരെ കൾച്ചർ ഇല്ലാതെയാ പെരുമാറുന്നത്. ശാന്ത പോയിക്കോളൂ. രവി. എന്താ രാജ? ആ ശാന്ത എപ്പോ നോക്കിയാലും നിന്നെ പറ്റി കംപ്ലൈന്റ് ആണല്ലോ. ശാന്തയോ? ഏത് ശാന്ത? ഓ, ശാന്ത അറിയില്ലല്ലേ? നിന്റെ ശാന്ത. അവള് കഴിയാടാ. ആയിക്കോട്ടെ, പക്ഷെ അവളെന്റെ സ്റ്റാഫ് നഴ്സ് അല്ലേ? നിനക്ക് വേറെ ആരെങ്കിലും നോക്കിക്കൂടെ? കാശ് കൊടുത്ത കംപ്ലൈന്റ് എല്ലാം തീരും. എന്നാ പിന്നെ അത് ചെയ്യ്. നീ നോക്കിക്കോ, അടുത്ത ആഴ്ച ഞാൻ അവളെ പോക്കും. ആ, എന്ത് വേണം ചെയ്യ്. പക്ഷെ ഇനി അവളെ കൊണ്ട് എന്നോട് കംപ്ലൈന്റ് പറയിപ്പിക്കരുത്. ഓ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. എക്സാം 18-ാം തീയതിയാണ്. എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും സർ? നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 8 പേരുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് 10-30 പേരെങ്കിലും കാണും. എന്താ, ആൻസൈറ്റി കൂടിയോ? ധൈര്യമായി എഴുതിക്കോ. കൊല്ലം കുറെ ആയില്ലേ രാജൻ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നു. വരട്ടെ.